അപ്പോൾ നമ്മൾ കച്ചവടത്തിലേക്ക് ഇറങ്ങിയ കാലം തൊട്ട് ഒരു ഈ വണ്ടി കച്ചവടം തെണ്ടി കച്ചവടം എന്ന് പറയുന്ന ആളുകൾ ഇന്ന് കൂടുതലുണ്ടായിരുന്നത് ഏകദേശം 25 വർഷം മുമ്പുള്ളേ. അപ്പം നമ്മൾ അതിലൊരു മാറ്റം വരണം നമുക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്ന കച്ചവടം ഏതായാലും സത്യസന്ധമായി, പിന്നെ ആരുടെ കൊള്ളലാഭം എടുക്കാതെ ചീത്തപ്പേരുണ്ടാക്കാതെ നേരും നെറിയോടുകൂടി ചെയ്യണം വലിയ ആ ഒരു നീയത്തിലാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ ബേസിക് പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഒരു വണ്ടി വാങ്ങിയ ഒരാൾ നിരാശനാവരുതെന്ന് നമുക്ക് നിർബന്ധം. 17,75,000 രൂപ. 17,75. അന്ന് ഡീസൽ AX7 മാനുവൽ എത്ര വരുന്നുണ്ട് ഏകദേശം? ഇപ്പം ഞാൻ ചോദിച്ചപ്പോൾ 30 ലക്ഷത്തിന് ചോടായിട്ട് വരുന്നുണ്ട്. ഫുൾ ഓപ്ഷന്റെ തൊട്ടതായി ഒരു ഫുൾ ഓപ്ഷൻ വരുന്നത് AX7L എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വരുന്നത്. നല്ല സീറ്റ് കവർ എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, സിംഗിൾ ഓണറാണ്. വെറും 13,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഒരു 16 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു കുറഞ്ഞ കിലോമീറ്റർ ഓടിയ ഇന്നോവ ക്രിസ്റ്റ 21 മോഡൽ 22 സെറ്റ് ഓട്ടോമാറ്റിക് എത്ര കൊടുക്കും? എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വീണ്ടും കൃത്യം 2 ആഴ്ചകൾക്ക് ശേഷം ഷമീർ ഖാൻ്റെ അടുത്ത് ഷമീസ് കാസിൽ വന്നിരിക്കുകയാണ്. സ്വാഗതം. ഓക്കെ, അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ മാങ്കാവ് തിരുവണ്ണൂരാണ് ലൊക്കേഷൻ വരുന്നത്. ഭാരത് പമ്പ് ഉണ്ട്, അതിന്റെ തൊട്ട് സൈഡിൽ തന്നെ. പെട്രോൾ എന്ന് പറയണ്ടോ, ഡീസലിന് സങ്കടമാണ്. ഭാരത് പമ്പ് ഉണ്ട്, ഫ്യൂൽ പമ്പ് ഉണ്ട്, അതിന്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത്. മാങ്കാവ് മീൻചന്ത ബൈപ്പാസിൽ. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മോഡൽ കൂടിയ വണ്ടികൾ ബഡ്ജറ്റ് വിലയിലും കിട്ടുന്ന ഒരു ഷോറൂമാണ്. അപ്പോൾ ഷമീർ കാ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പോൾ 2 ആഴ്ച എത്ര റെസ്പോൺസ് ഉണ്ട് മൊത്തത്തിൽ? റെസ്പോൺസ് അതേപോലെ നമ്മുടെ വീഡിയോ അത്യാവശ്യം റെസ്പോൺസ് കിട്ടും. നിങ്ങളുടെ വീഡിയോക്ക് റെസ്പോണ്ട് ഉണ്ടാവുന്നതാണ്. അതേപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത 4 വണ്ടി നമ്മളിപ്പോൾ ഡെലിവറി കൊടുത്തു. ഒരു 3 വണ്ടികളാണ് കച്ചവടം പറഞ്ഞിരിക്കുന്നുണ്ട്. ദൈവാനുഗ്രഹത്തിൽ കുഴപ്പമില്ലാത്ത റിസൾട്ട് ഉണ്ടായിരിക്കുന്നത്. അത് അവരുടെ സപ്പോർട്ടാണ്. എല്ലാവർക്കും നന്ദി. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ കുറച്ച് നമുക്ക് കമൻസ് ഉണ്ടായിരുന്നു. എല്ലാ രീതിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കമൻസും അതേപോലെ തന്നെ കുറച്ച് തെറ്റിദ്ധാരണയുടെ പുറത്തുള്ള കമൻസ് ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഷമീർ ഖാനെ വിളിച്ച് ചോദിച്ചു. ഷമീർ ഖാൻ പറഞ്ഞു നമുക്ക് ഉടനെ ഒരു വീഡിയോ ചെയ്യണം. തീർച്ചയായും അങ്ങനെയാണ് വ്യൂവേഴ്സിനടുത്ത് നമ്മൾ കാര്യങ്ങൾ തുറന്നു പറയലാണല്ലോ. എന്തെങ്കിലും മാറ്റം വരുത്തേണ്ട മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറാണ്. തീർച്ചയായും. ഓക്കെ, അതിനെ പറ്റി എന്താ പറയാനുള്ളത്? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ട കമൻസ് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ സാധാരണ നമ്മുടെ കമൻറ്റുകൾക്ക് റിപ്ലൈ ചെയ്യുന്നില്ല എന്നൊരു പല മറുപടി ഇല്ലാത്ത ആളുകൾ എന്നൊക്കെ ഒരു കമൻറ്റ് ഉണ്ട്. വാട്സപ്പിലൊക്കെ അല്ല, അങ്ങനല്ല. നമ്മൾ വീഡിയോൻ്റെ അടിയിലിടുന്ന കമൻറ്റുകൾക്ക് സാധാരണ നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല, അങ്ങനെ റിപ്ലൈ കൊടുക്കാറില്ല. അങ്ങനെ ആയിട്ട് ചെയ്യാൻ അതിൻ്റെ ഒരു സ്റ്റാഫിനെ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു കമൻറ്റ് കണ്ടു, മറുപടി ഇല്ലാത്ത ആളുകൾ എന്നല്ലേ. സത്യത്തിൽ അത് നമുക്ക് തിരുത്താൻ വേണ്ട ഒരു കമൻറ്റാണ്. അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അതിനൊപ്പം ഒരു സ്റ്റാഫിനെ അസൈൻ ചെയ്തു. അതായത് ഇപ്പം നമുക്ക് വരുന്ന വീഡിയോ ഓരോ കമൻറ്റിനും നമുക്ക് ഏതായാലും ആപ്റ്റായി നമുക്കുള്ള കറക്റ്റായിട്ടുള്ള കമൻറ്റുകൾ, വെറുതെ ഒരുപാട് വിമർശനങ്ങളുണ്ട് തിരിച്ചറിയാം. അത് വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളത് ആ വിലക്ക് എടുക്കുന്നുള്ളൂ. നേരെ മറിച്ചിട്ട് നമ്മളോട് കറക്റ്റായിട്ട് പറയുന്ന ആ വിമർശനങ്ങളെ പോസിറ്റീവായിട്ട് എടുക്കും. അപ്പോൾ അത് നമ്മളൊരാളെ വെച്ചിട്ടുണ്ട്. അത് നമ്മളിനി എല്ലാ കമൻറ്റുകളും അതേപോലെ തന്നെ റിപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ കമന്റ് കഴിഞ്ഞ വീഡിയോയിലുള്ള ലാസ്റ്റ് വെച്ചാൽ കൂടുതൽ എന്താ പറയുക, വില കൂടുതലാണെന്നുള്ള കമന്റുകൾ അതിലേക്കാണ് ഞാൻ വരുന്നത്. വില കൂടുതലാണെന്നുള്ള കമന്റ് നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമുക്ക് വളരെ സങ്കടം ഉണ്ടാവും. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം 99 നമ്മൾ കച്ചവടത്തിലേക്ക് വന്ന കാലം തൊട്ടിട്ട് നമ്മുടെ ഫാദർ ബസ് സർവീസ് ആയിരുന്നു. പിന്നെ ജനിച്ചു വളർന്ന് തന്നെ ഒരു വാഹന മേഖലയിലേക്കാണ്. ഓട്ടോമൊബൈൽ കച്ചവടം, ബസ് സർവീസ് ഇതെല്ലാം ആയിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കച്ചവടത്തിലേക്ക് ഇറങ്ങിയ കാലം തൊട്ട് ഒരു ഈ വണ്ടി കച്ചവടം തെണ്ടി കച്ചവടം എന്ന് പറയുന്ന ആളുകൾ ഇന്ന് കൂടുതലുണ്ടായിരുന്നത് ഏകദേശം 25 വർഷം മുമ്പുള്ളേ. അപ്പം നമ്മൾ അതിലൊരു മാറ്റം വരണം നമുക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്ന കച്ചവടം ഏതായാലും സത്യസന്ധമായി, പിന്നെ ആരുടെ കൊള്ളലാഭം എടുക്കാതെ ചീത്തപ്പേരുണ്ടാക്കാതെ നേരും നെറിയോടുകൂടി ചെയ്യണം വലിയ ആ ഒരു നീയത്തിലാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ ബേസിക് പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഒരു വണ്ടി വാങ്ങിയ ഒരാൾ നിരാശനാവരുതെന്ന് നമുക്ക് നിർബന്ധം. ഒരാൾ നമ്മുടെ അടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ അന്ന് തുടങ്ങുന്ന ഒരു ബന്ധം അത് നമുക്ക് എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചാണ് അന്ന് മുതലേ നമ്മൾ കച്ചവടത്തിൽ വന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മൾ പോളിസി വെച്ചത് എന്താ വെച്ചാൽ ആക്സിഡന്റ് വണ്ടി ഇല്ല, ഫ്ലഡ് ഇല്ല, അങ്ങനെ കുറേ പോളിസി എല്ലാവർക്കും അറിയുന്ന കാര്യം. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ സൂക്ഷ്മത വെച്ചിട്ടാണ് എന്നും കച്ചവടത്തിൽ ചെയ്യുന്നത്. സൂക്ഷ്മത, വിശ്വസ്തത, സത്യസന്ധത ഇത് നമ്മളെന്നും നിലനിർത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജേണിയിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ജേണി തന്നെ നമ്മൾ ഇതുവരെ എടുത്ത് ഒരാളെ പറ്റിച്ച ഒരാളെ ഒരു 100 രൂപ നമ്മുടെ കയ്യിലില്ല. ഇനി ഇങ്ങനെ ഉണ്ട് എന്നൊരാൾ പറയുകയാണെങ്കിൽ, ഒരു തെളിവ് ചെയ്ത ഒരാൾ പറയുകയാണെങ്കിൽ അതൊരു 10 മടങ്ങായി തിരിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇതുവരെ 46 വയസ്സായി എനിക്ക്. ഇതുവരെ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഉണ്ടാവരുന്നതാണ് വലിയ നിർബന്ധം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഉള്ള നമുക്കൊരു പോളിസി ഉള്ള നമ്മൾ ഒരു കൊള്ളലാഭം എടുക്കുന്നവരായിട്ട് ചിത്രീകരിക്കുമ്പോൾ അത് വലിയ സങ്കടമാണ്. മനസ്സിലായി. അപ്പോൾ നമ്മൾ അതിൽ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞെന്ന് വെച്ചാൽ താറിന് പുതിയ വണ്ടിക്ക് 13 ലക്ഷം ഉള്ളതാണ്. അതേപോലെ നമ്മുടെ
ഹൈ റൈഡറിന് 24 ലക്ഷം നമ്മൾ 26 പറഞ്ഞ വണ്ടിക്ക് 24 പുതിയ വണ്ടിക്കുള്ളൂ പറഞ്ഞു. പക്ഷെ അത് യാഥാർത്ഥ്യമായിട്ട് തെറ്റാണ്. കാരണം ഹൈ റൈഡറിന്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് 26ന്റെ മുകളിലുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ് എന്ന് വെച്ചാൽ ഡ്യുവൽ ടോൺ. മറ്റേ സാധാ വണ്ടിക്കാണ് 24 വരുന്നത്. അപ്പോൾ സാധാരണ ഈ കമന്റ് വരുമ്പോൾ ബാക്കിയുള്ളവർ തെറ്റിദ്ധരിക്കും. 13 രൂപയുടെ പുതിയ താറിന് തരും. ടൂ വീലർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് നിങ്ങൾ പറ, ടൂ വീലർ താറിന് തരുന്നുണ്ട് പുതിയ 15,60,60,000 ഓഫർ വെച്ചിട്ടുള്ള വില. 16ന്റെ മുകളിലുണ്ട്, 15ന്റെ മുകളിലാണ് ഓഫർ വെച്ചിട്ട് വില. നമ്മളത് 13,90 ലാസ്റ്റ് കൊടുക്കാന്നാണ്. അത് നമ്മൾ കൊടുത്തു. താറ് പോയി. കഴിഞ്ഞ വിമർശിച്ച ഹൈ റൈഡർ പോയി. ഹൈ റൈഡർ വാങ്ങിച്ചത് ആരാച്ചാൽ ഒരു ഡീലറാണ്. ഡീലർ എൻ്റെ അടുത്ത് വാങ്ങിക്കൊണ്ടുപോകണമെങ്കിൽ എത്ര കൈക്ക് വിൽക്കുക? അപ്പം അത് ഭയങ്കര സങ്കടം, ഞാൻ ഇമോഷനായി പോകുന്നത് അതുകൊണ്ടാണ്. പക്ഷെ അത് എന്തിനു വേണ്ടി ആളുകൾ പറയുന്നത് അറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് സ്റ്റാഫുകൾ പറഞ്ഞു, നമ്മൾ അസൂയുള്ളവരോ ദേഷ്യമുള്ളവരോ, നമുക്ക് ആരോടും ദേഷ്യമില്ല, ശത്രുതയില്ല. ഞാൻ പറഞ്ഞു വെച്ചാല് അവർ പറഞ്ഞു ഇതേപോലത്തെ വണ്ടി കിട്ടുന്ന. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാനുള്ളത് വ്യൂസിൻ്റെ അടുത്ത് നമുക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അടുത്ത് ഇതേപോലത്തെ ഈ റേറ്റിന് താറ് കൊടുക്കാനുണ്ട്. 13 രൂപ പുതിയ വണ്ടിക്ക് വരണമെങ്കിൽ 12.5 രൂപ അതിന്റെ താഴത്ത് കിട്ടണമല്ലോ. അതിന്റെ ചോടെ ഈ റേറ്റിന് താറ് കിട്ടണമെങ്കിൽ അതിന് 10-25,000 കൂട്ടിയിട്ട് ഞാൻ എടുക്കാൻ തയ്യാറാണ്. എന്നിട്ട് ഞാൻ തന്നെ നിങ്ങൾ പറയുന്ന പോലെ തന്നെ വില ഞാൻ അനൗൺസ് ചെയ്യാം. എന്റെ മാർജിൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 5%, 6% ചോടായിട്ടുള്ള മാർജിനാണ് നമ്മൾ എടുക്കുന്നത്. എന്നാൽ അത് ഒരു കൂടുതൽ മാർജിനാണോ നിങ്ങൾ പരിശോധിക്കുക. കാരണം ഇവിടെ ബ്രോക്കറേജ്, ഞാൻ മുമ്പ് പറഞ്ഞു, ബ്രോക്കറേജ് എടുക്കുന്ന ഒരു ബ്രോക്കർ വഴി എടുക്കുന്നതിന് മീഡിയേഷൻ വർക്ക് ചെയ്താൽ 1.5-3% കിട്ടും. ഇത്രയും ഒരു 15 സ്റ്റാഫും ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു സ്ഥാപനം കൊണ്ട് നടക്കണമെങ്കിൽ, അതേപോലെ തന്നെ GST 18% GST കൊടുക്കണം, പ്ലസ് ഇൻകം ടാക്സ് 20% കൊടുക്കണം, സെസ്സുകൾ, അതേപോലെ മറ്റ് സർവീസ് ടാക്സുകൾ, വാടക, കാര്യം, ഇതെല്ലാം കൊടുത്ത് ഒരു സ്ഥാപനം നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് അറിയുന്നവരെന്ന് പറയുന്നത് 15% മാർജിൻ എടുത്താലേ ഇതേപോലത്തെ ഒരു സ്ഥാപനം റൺ ചെയ്ത് പോകുന്നതാണ്. എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ എടുക്കുന്ന മാർജിൻ എന്ന് പറയുന്നത് ഇതൊന്നും പുറത്ത് പബ്ലിക് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ജനറലായിട്ട് പറയാം, നമ്മൾ എടുക്കുന്ന മാർജിന് ഒരു റൗണ്ട് എടുക്കുന്നത് 5%, 6% ചോടായിട്ടുള്ള മാർജിനാണ് നമ്മൾ എടുത്തു വരുന്നത്. അതിന് താഴായിട്ട് നമ്മൾ കൊടുക്കുന്നതും. അപ്പോൾ നമ്മൾ എന്ത് മാർജിൻ എടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്നിട്ടാണ് നമ്മൾ പ്രൈസ് ഇട്ടിരിക്കുന്നത്. ഒരു കാരണവശാലും സത്യസന്ധമായിട്ട് ഞാൻ പറയാം, എൻ്റെ അടുത്ത് കൊടുക്കുന്ന പൈസന് വില കൂടുതൽ, വണ്ടികൾക്ക് വില കൂടുതൽ ഉണ്ടാവില്ല. ഞാൻ കമ്പയർ ചെയ്യാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ആക്സിഡന്റ് ആയ വണ്ടി, അല്ല അതർ സ്റ്റേറ്റ് വണ്ടി, മറ്റേ ടോട്ടൽ ലോസിലെ വണ്ടി, ഫ്ലഡ് വണ്ടി, മറ്റേ അല്ലെങ്കിൽ കിലോമീറ്റർ കുറേ ഓടിയ വണ്ടി, എന്തെങ്കിലും അപാകതമുള്ള വണ്ടി, ഇത് വെറും മോഡേൺ റേറ്റ് മാത്രം കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാവും. അതേപോലെ ഞാൻ പറഞ്ഞു, ഇപ്പം തന്നെ നിങ്ങൾ പറഞ്ഞു ഹൈ റൈഡറിന് വില പറഞ്ഞിടാവും. ഹൈ റൈഡറിന് കൊണ്ടുവരിക്കുന്നത് ഡീലറാണ്. അപ്പോൾ കൂടുതൽ ഞാൻ പറയേണ്ടത് നിങ്ങൾ ആലോചിച്ചോ, അയാൾ പിന്നെ എങ്ങനെ വിൽക്കും നിങ്ങൾ ആലോചിച്ചോ. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ അങ്ങനത്തെ ഒരു കൊള്ള ലാഭം എടുക്കുന്നില്ല, നിങ്ങളടുത്ത് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ വണ്ടികൾ നോക്കുന്നവരുണ്ട്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. ഇന്നത്തേലും എല്ലാ സെഗ്മെന്റും ഉണ്ടല്ലേ വണ്ടികൾ? ഇന്ന് നമ്മൾ എല്ലാ സെഗ്മെന്റിലും കാണിക്കും. കൂടുതലായിട്ട് SUV സെഗ്മെന്റ് വണ്ടികളാണ് കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ ബാക്കി ഡീറ്റെയിൽ കണ്ടു നോക്കാം. നിങ്ങൾക്ക് കുറച്ച് ഇമോഷണൽ ആയി പോയി. അപ്പോൾ വേറെ ഒന്നുമില്ല. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ജസ്റ്റ് ഒരു കമന്റ് ചെയ്യുക. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ജസ്റ്റ് എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യുക. നമുക്കൊരു സന്തോഷമാണ് പുതിയ പുതിയ ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ആദ്യ വാഹനം ഒരു അടിപൊളി XUV 700 ആണ് മഹീന്ദ്രയുടെ ഒരു ബ്ലൂ കളർ വണ്ടി. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒരു സെയിം ബ്ലൂ കളർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡീസലായിരുന്നു. ഇത് പെട്രോൾ. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? 2022 മോഡല് XUV 700 AX5 7 സീറ്റർ പെട്രോൾ മാനുവൽ. AX5 ആണ് ടോപ്പിന്റെ താഴെ. ഓക്കെ, AX7 അഡാസ് ഫീച്ചേഴ്സ് വരും. ഇതിൽ വരുന്നില്ല. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ഓൾമോസ്റ്റ് ബട്ടൺ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല, വ്യത്യാസങ്ങളുണ്ട്. സീറ്റ് വെന്റിലേഷൻ ഇതിൽ വരുമോ? ഇല്ല, അഡാസിലേക്ക്. ഓക്കെ, സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 2022 മോഡലാണ്. നല്ലൊരു അടിപൊളി കളറാണല്ലേ ഈ ഒരു ബ്ലൂ, അടിപൊളി സ്പോർട്ടി കളറാണ്. ഓക്കെ, വാറണ്ടി എക്സ്റ്റൻഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിലവിൽ 2025 ലാസ്റ്റ് വരെയാണ്. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് വരെ വാറണ്ടി ഉണ്ട്. ഒരു ക്ലെയിം ഒന്നുമില്ല അല്ലേ? റീപ്ലേസ്മെന്റ് ക്ലെയിം ഒന്നുമില്ല. AX5 ആണ് 2022 പെട്രോൾ മാനുവലാ? പെട്രോൾ മാനുവൽ. ഒരു 10-11 മൈലേജ് കിട്ടും. 10ന്റെ മുകളിൽ മൈലേജ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ എത്രയാണ് നമ്മൾ കൊടുക്കുന്നത്? 15,90,000 രൂപ. ഇതിന്റെ പുതിയന്റെ വില കമ്പനിയിൽ ചോദിച്ചപ്പോൾ 24,00,000 മുകളിലുണ്ടെന്നാണ് പറഞ്ഞത്. ആരെങ്കിലും വ്യത്യാസം കമന്റ് ചെയ്യാം. ഞാൻ കറക്റ്റായി കിട്ടില്ല, ഞാൻ സ്റ്റാഫിന്റെ അടുത്ത് ചോദിച്ചാൽ 2022 തന്നെ ഏകദേശം ഒരു 22 രൂപന്റെ മുകളിൽ എന്തായാലും ഉണ്ടാവും. 22ന്റെ മുകളിൽ എന്തായാലും. ഇപ്പൊ 15,90,000 രൂപയ്ക്കാണ് വിൽക്കാൻ വെച്ചത്. ഇത് ഓട്ടോ എത്രയാ? വെറും 20,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. 20,000 മാത്രം
മാത്രം ഓടിയ 2022 AX5 പെട്രോൾ മാനുവൽ വണ്ടി 1590 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ അല്ല, സെക്കൻഡ് ഓണർഷിപ്പ്. അണ്ടർ വാറണ്ടി, കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ക്ലെയിം ഇല്ലാത്ത വണ്ടി. പുതിയൊരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നോക്കുക. നമ്മൾ റേറ്റ് നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് അതും കമന്റിൽ അറിയിക്കും. അതെ, അറിയിക്കും. അത്രേ ഉള്ളൂ. ലോൺ മാക്സിമം കയറും. ഏകദേശം ഉള്ള കൊണ്ട് തന്നെ ലോൺ കിട്ടും. നേരത്തെ നമ്മൾ XUV 700 കണ്ടു. അത് ബ്ലൂ കളർ KL 83 രജിസ്ട്രേഷൻ. ഇതാ ഒരു വൈറ്റ് KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ തന്നെയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2022 മോഡല് XUV 700 AX7 ഡീസൽ മാനുവൽ KL 11 സിംഗിൾ ഓണർ വരുന്ന വണ്ടി. AX7 ആണ്. ഫുൾ ഓപ്ഷനിലേക്ക് പോയി അഡാസ് 7 സീറ്റർ ഉണ്ടാവും അല്ലേ? അഡാസ് വരുന്ന വാഹനമാണ്. ഡീസൽ മാനുവലാണ്. മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? മൈലേജ് ഇതിനൊരു 14 കിലോമീറ്റർ റോഡ് കിട്ടുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ലോങ്ങില് 14 കിലോമീറ്റർ. ഇത്രയും ഒരു ഹെവി വണ്ടിയാണ്. 7 സീറ്റർ ആണ്. നല്ല ഫീച്ചറിസ്റ്റിക് വണ്ടിയാണ്. സേഫ്റ്റിയും എല്ലാം വരുന്ന ഒരു അടിപൊളി വണ്ടി. അഡാസ് വെച്ചാൽ അറിയാലോ, ബേസിക്കലി കൈവിട്ട് ഓടിക്കാം അല്ലേ? വണ്ടീനെ ഏൽപ്പിക്കാം നമുക്ക്. ഓക്കെ, ക്ലെയിം ഒന്നുമില്ല അല്ലേ? റീപ്ലേസ്മെന്റ് ക്ലെയിം ഒന്നുമില്ല. 2022 വണ്ടി തന്നെയാണ്. ഓട്ടോ എത്രയാ ഓടിയിട്ടുണ്ട്? 83,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 83,000 ഓടിയിട്ടുണ്ട്. ഡീസലാണ്. ഫുള്ളി കമ്പനി സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പ്. ഇതിപ്പോൾ എത്രയാ ചോദിക്കുന്നത്? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന വില 17,75,000 രൂപ. 17,75. അന്ന് ഡീസൽ AX7 മാനുവൽ എത്ര വരുന്നുണ്ട് ഏകദേശം? ഇപ്പം ഞാൻ ചോദിച്ചപ്പോൾ 30 ലക്ഷത്തിൻ്റെ ചോടായിട്ട് വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ്റെ തൊട്ടതായി ഇതിൽ ഫുൾ ഓപ്ഷൻ വരുന്നത് AX7 L എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് വരുന്നത്. അതിൽ സീറ്റിൻ്റെ മുകളിൽ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരും. പിന്നെ അലോയ് വീലിൻ്റെ പാറ്റേൺ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറും ഇതിൽ വരും. ഇതല്ല AX7 മാത്രമാണ്. AX7 L എന്ന് പറഞ്ഞ വേരിയന്റ് ഏറ്റവും ടോപ്പിൽ വരുന്നതാണ്. ഇതിൻ്റെ തൊട്ട് താഴെയാണ്. അപ്പോൾ ടോപ്പിൻ്റെ തൊട്ട് താഴെ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെയുള്ള മാറ്റങ്ങളേ ഉള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന 2022 ഡീസൽ മാനുവൽ വാഹനമാണ്. 17,75,000 രൂപയ്ക്ക്. അന്ന് ഇപ്പം ഏകദേശം 30. അന്ന് എനിക്ക് തോന്നുന്നു ഒരു 10-27 ലക്ഷം. ഇതേ വണ്ടി തന്നെ ഇവിടെ 21 ലക്ഷം ചോദിക്കുന്ന യാർഡുണ്ട്, എനിക്കറിയാം. കിലോമീറ്റർ 50 ചോറ് ഓടിയിട്ടുള്ളൂ. ഇത് 83,000 ഫുൾ സർവീസ് കമ്പനി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓട്ടാണ്. ഓട്ടം എന്ന് വെച്ചാൽ ഡീസൽ വണ്ടിയാണ്. അതെ, ഡീസൽ വണ്ടിയാണ്. ഫുള്ളി കമ്പനി സർവീസ് ഉണ്ട്. അതെ, റീപ്ലേസ്മെന്റ് ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ആ ഒരു വിലക്ക് നിങ്ങൾക്ക് കിട്ടുന്നു. അതിന്റെ കൂടെ ഞാൻ പറയുന്നത് നല്ല ട്രാക്കുള്ള കസ്റ്റമറാണ് 100% ലോണും കിട്ടുന്നത്. ഫുൾ ലോൺ. കാരണം അത്രയും റീസണബിൾ ആയ പ്രൈസ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ബ്ലൂ വൈറ്റ്. അടുത്തത് ആ ഒരു അടിപൊളി റെഡാണ്. ജീപ്പ് കോമ്പസ് KL 14 വണ്ടി അല്ലേ? അതെ. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? 2018 മോഡൽ ജീപ്പ് കോമ്പസിന്റെ ലിമിറ്റഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. ലിമിറ്റഡ് ആണ്. അതെ, അന്നത്തെ 2018 ഫുൾ ഓപ്ഷൻ ആയിട്ട് വരും. ഡീസലാണ് മാനുവൽ. ഡീസൽ മാനുവൽ 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. ഒരു 17 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടുമോ? ലോങ് 17 കിട്ടില്ല. എത്ര കിട്ടും? എൻ്റെ അഭിപ്രായത്തിൽ ഒരു 13 അഷുറൻസ് പറയാം. 13 വരെ മാക്സിമം കിട്ടും. 2 ലിറ്റർ എഞ്ചിനല്ലേ? പിന്നെ ലോങ്ങിലൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് നല്ല ഡ്രൈവിംഗ് ആണെങ്കിൽ 15 മുകളിൽ കിട്ടും. ലോങ്ങിലാണ് ചോദിച്ചത്. ഒരു അഷുറൻസ് എന്നാൽ 13-14 ആ റേഞ്ചിൽ പറഞ്ഞാൽ. ടൗണിലൊക്കെ അത്രയും കിട്ടും. ടൗണിലൊക്കെ ഒരു 12 കൂട്ടിയാൽ 12 കിട്ടും. 12 മുതൽ ഒരു 16 റേഞ്ച് വരെ മൈലേജ് കിട്ടുന്നൊരു കോമ്പാക്ട് SUV ആണ്. ലിമിറ്റഡ് ആണ് ഓപ്ഷൻ വരുന്നത്. 2018 മാനുവൽ ഡീസൽ വണ്ടിയാണ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഒരു ക്ലെയിം ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓട്ടോ എത്ര പോയി? വെറും 48,000 കിലോമീറ്റർ ഓടി എന്നുള്ളത് ഒരു ഹൈലൈറ്റ്. ലോ കിലോമീറ്റർ ആണ്. വളരെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടി, ഒരു ക്ലെയിം ഇല്ലാത്ത വണ്ടി. ഇതിപ്പോൾ എത്ര കൊടുക്കാം? നമുക്ക് 11,25,000 രൂപ കൊടുക്കാം. 11.4 ലക്ഷം രൂപയ്ക്ക് 2018 ഡീസൽ ജീപ്പ് കോമ്പസ് കൊണ്ടുപോകാം. ഒറിജിനൽ കേരള. ഓട്ടം കുറഞ്ഞ ക്ലെയിം ഇല്ലാത്ത റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ഒറിജിനൽ കേരള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, അത്രയും അടിപൊളി ഒരു വണ്ടിയാണ്. നിങ്ങൾക്ക് 11,25,000 രൂപ. നല്ല ട്രാക്കുള്ളവർക്ക് 100% ലോൺ ഇൻഷുറൻസ്. ഫുൾ ലോൺ. നമ്മൾ ഇതിലെ കാണിച്ചിരിക്കുന്ന വണ്ടിയൊക്കെ 100% ലോൺ പറയുന്നത് അധികം അപാകതയുള്ള വണ്ടിയാണ്. ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അത് നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ കൊടുക്കാൻ പറ്റും. കാരണം അത്രയും റീസണബിൾ ആയ പ്രൈസേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ പറയാം. ഓക്കെ, ഇന്നത്തെ മൂന്നാമത്തെ 7 സീറ്റർ ആണ് ഇന്നോവ ക്രിസ്റ്റ. ഞാൻ പെട്ടെന്ന് മൂന്നാമത്തെ 4ാമത്തെ വണ്ടിയാണല്ലോ തെറ്റിയോ വിചാരിച്ചു. മൂന്നാമത്തെ 7 സീറ്റർ. ഓക്കെ, എങ്ങനെയാ? 2021 മോഡല്, 22 ഡെലിവറി, സിംഗിൾ ഓണർ, 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇന്നോവ ക്രിസ്റ്റ Z ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 21 മോഡലുണ്ട്, 22 രജിസ്ട്രേഷൻ ഉണ്ട്. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓട്ടോ എത്ര പറഞ്ഞത്? അത് പിന്നെ പ്രത്യേകം പറയണ്ട, കേരള വണ്ടിയെ നമ്മൾ എടുത്തുള്ളൂ. ഓട്ടോ എത്ര പറഞ്ഞത്? 50,000 കിലോമീറ്റർ ഓടി. 50,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അല്ലേ? ക്രിസ്റ്റയായിട്ട് ഒരു 50,000 കമ്പനി സർവീസ് ആണ്. പിന്നെ ഇതിന്റെ ബാക്കിലെ ഡിക്കിന്റെ ഫ്രെയിം മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് മാറിയിട്ടില്ല. ആക്സിഡന്റ് അല്ല, ബാക്ക് എടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ക്ലെയിം ആണ്. കമ്പനി കമ്പനി ഫുൾ ഹിസ്റ്ററി, പുറത്ത് വർഷോപ്പ് കയറ്റിയിട്ടില്ല.
ഓക്കെ. അതെ. അപ്പോൾ ഒരു കുറഞ്ഞ കിലോമീറ്റർ ഓടിയ ഇന്നോവ ക്രിസ്റ്റ 20 മോഡൽ 21 മോഡൽ 22 രജിസ്ട്രേഷൻ. സെഡ് ഓട്ടോമാറ്റിക് എത്ര കൊടുക്കാം? സെഡ് ഓട്ടോമാറ്റിക് നമുക്ക് 27,90,000 രൂപ. കേരള വണ്ടി 27,90. സെഡ് ഓട്ടോമാറ്റിക് 21 മോഡലുണ്ട്, 22 രജിസ്ട്രേഷൻ ഉണ്ട്. വെറും 50,000 സംതിങ് കിലോമീറ്റർ ഓടിയ വണ്ടി. നിങ്ങൾ ഇതിൻ്റെ റേറ്റ് കമ്പയർ ചെയ്യുക, എന്നിട്ട് ജെന്യുവൻ ആയിട്ടുള്ള നിങ്ങളെ കമൻറ്റ് അറിയിക്കുക. താല്പര്യം കോൺടാക്ട് ചെയ്തോളൂ. മാക്സിമം ലോണെങ്കിലും കയറില്ല. 25 ലക്ഷം രൂപ എന്തായാലും കയറും. അത്രയും കിട്ടും. കാരണം ഈ വണ്ടി ഇന്നോവ ക്രിസ്റ്റ നിർത്തി കഴിഞ്ഞപ്പോൾ പല ബാങ്കുകളും സെഡ് ഓട്ടോമാറ്റിക് ഇല്ലല്ലോ. അപ്പോൾ അത് അവർ നെഗറ്റീവായിട്ടാണ് കാണാം. പക്ഷേ ഇതിൻ്റെ മാർക്കറ്റ് കൂടിയാന്നുള്ളത് നമുക്കേ അറിയുള്ളൂ, ബാങ്കിന് അറിയില്ല. അടുത്തത് ഒരു പ്രീമിയം സെഗ്മെന്റ് ആണ്. ഓഡി Q3 KL14 വണ്ടിയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2017 മോഡല്, 18 രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർ, ഓഡി Q3 പ്രീമിയം പ്ലസ് നിറ വേരിയന്റ്. ടോപ്പ് വരണല്ലേ ഏകദേശം? ടോപ്പ് എന്ന് പറഞ്ഞാൽ S ലൈൻ എന്ന് പറയുന്നതിന് മുകളിൽ ഓപ്ഷൻ ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറും ഇതിലുണ്ട്. സ്പോട്ടി ലൈൻ ആണ് അതെന്നുള്ളൂ. ഇത് പ്രീമിയത്തിൽ തന്നെ സൺറൂഫ് വരുന്നുണ്ട്. അതിൻ്റെ മുകളിലുള്ള പ്രീമിയം പ്ലസ് ആണ്. പ്രീമിയം പ്ലസ്. ഓക്കെ. 17 മോഡലുണ്ട്, 18 രജിസ്ട്രേഷൻ ഉണ്ട്. ഒറിജിനൽ കേരള വണ്ടിയാണ്. അതെ. ഡീസലല്ലേ? ഡീസൽ. നല്ല മൈലേജ് ഉണ്ടാവില്ല, ജീപ്പിനേക്കാൾ മൈലേജ്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഒരു ലാസ്റ്റിൽ Q3 ഉപയോഗിച്ചപ്പോൾ എനിക്ക് തൃശ്ശൂർ പോയ സമയത്ത് 17 കിലോമീറ്റർ മൈലേജ് കിട്ടിയിട്ടുണ്ട്. 17 കിലോമീറ്റർ 16.9. ജർമ്മൻ ടെക്നോളജിന്റെ ഇന്ധനക്ഷമത കുറച്ച് കൂടുതലാണ് അല്ലേ? പൊതുവെ പ്രീമിയം ആണെങ്കിൽ കൂടെ അത്യാവശ്യം നല്ല വേറൊന്നുണ്ട് ഇതിനെ. ഈ സെഗ്മെന്റിൽ ഒരു പ്രീമിയം ഒരു ബഡ്ജറ്റുള്ള ഒരു സെഗ്മെന്റിൽ ഒരു SUV ടൈപ്പ് ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് നമുക്ക് റെക്കമെൻഡ് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് Q3. എനിക്കിഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ അത് മൈലേജ് കിട്ടുന്നുണ്ട്, റീസെയിൽ വാല്യൂ ഉണ്ട്, സർവീസ് കോസ്റ്റ് നമുക്ക് ഒരു അഫോർഡബിൾ ആണ്, പിന്നെ ഒരു ഡ്രൈവ് കംഫർട്ടും ഓക്കെ. ഒരു ലോങ് ജേർണി ഡ്രൈവ് കംഫർട്ട് ഉണ്ട്, സേഫ്റ്റി ഉണ്ട്. നോഡിയാണല്ലോ, പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ആൾക്കാരുടെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു ഇമേജ്, ബ്രാൻഡ് ഇമേജ് കുഴപ്പമില്ല, ആളടുത്ത് ഒരു വിലയും കിട്ടുന്ന ഒരു വണ്ടിയാണ്. നമുക്ക് ഈ ഒരു വണ്ടി ഒരാൾ ചോദിക്കുന്ന ഒരു SUV ആഗ്രഹിക്കുന്ന ഒരാൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. 17 മോഡലുണ്ട്, 18 രജിസ്ട്രേഷൻ ഉണ്ട്. ഓട്ടോ എത്ര പോയത്? കിലോമീറ്റർ 1,10,000 9,900 ഓടിയിട്ടുണ്ട്. 1,900 അല്ലേ? ഓക്കെ. സർവീസ് എത്ര വരെ ഉണ്ട് കമ്പനി? 90,000 വരെ കമ്പനി സർവീസാണ് ഫുള്ള്. അവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്ത സർവീസ് കോഴിക്കോട് ഒരു ഓതറൈസ് സർവീസ് സെന്റർ, മക്ക സെന്റർ എന്നാണ്. അവിടെ നിന്നാണ് ചെയ്തത്. അത് ഒരു ഓതറൈസ് സെന്റർ, പക്ഷേ ഓടിയുണ്ടല്ല, ജനറൽ ആയിട്ടുള്ള ഓതറൈസ്ഡുള്ള സർവീസ് സ്റ്റേഷനാണ്. അതായത് 1.5 ചെയ്തിട്ടുണ്ടാവില്ല? 1.5 സർവീസ് അവിടെ നിന്നാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി 1.20 ചെയ്താൽ മതി സർവീസ്. അതുവരെയുള്ള പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. ഓക്കെ. പള്ളി കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മളെ സ്പെഷ്യൽ വില 17,90,000 രൂപ. 17,90 17 മോഡൽ 18 രജിസ്ട്രേഷൻ വരുന്ന ഓഡി Q3 പ്രീമിയം പ്ലസ് ഡീസൽ വാഹനം, ഒറിജിനൽ കേരള വണ്ടി 17,90 നിങ്ങൾ കൊണ്ടുപോകാം. ഫുൾ ഓൺ കഴിയുമല്ലോ? ഫുൾ ഓൺ അല്ല, ഫുൾ ഓണിൻ്റെ മുകളിൽ കിട്ടും. കാരണം അത്രയും നമ്മൾ അട്രാക്ഷൻ ഉള്ള വില പറഞ്ഞിരിക്കുന്നത്. ഒരു 18ന്റെ മുകളിൽ ലോൺ കിട്ടും, 18 19 വരെയൊക്കെ കിട്ടും. ഇതാ വീണ്ടും ഒരു സെയിം ഓഡി Q3 തന്നെയാണ്. ഇത് KL11 രജിസ്ട്രേഷൻ വണ്ടിയാണ്, കോഴിക്കോട് വണ്ടി അല്ലേ? അതെ. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2018 മോഡല്, 19 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ, KL11 രജിസ്ട്രേഷൻ, ഓഡി Q3 പ്രീമിയം പ്ലസ് തന്നെ, ന്യൂ ടൈപ്പ്. സെയിം തന്നെ അല്ലേ? ന്യൂ ടൈപ്പ്, ഡീസൽ തന്നെ. ഡീസൽ നേരത്തെ കണ്ട സെയിം സാധനം. ഓക്കെ. 18 മോഡൽ 19 രജിസ്ട്രേഷൻ വരുന്നത്. ഓക്കെ. 19 മുതലുള്ള 15 വർഷത്തേക്കുള്ള ടാക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണക്കാക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഇതാണ് ഓടിച്ചിട്ടോ ഷമീർഖാൻ ഓടിച്ചിട്ട് കൺഫേം ആക്കിയ വണ്ടിയാണ്. ഓക്കെ. ഒരു ക്ലെയിം ഇല്ലല്ലോ? ഒരു ക്ലെയിം ഇല്ല, സീറോ ക്ലെയിം, ഫുള്ളി കമ്പനി സർവീസ്. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ 74,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ സർവീസ് ടൈം ബീങ് വെച്ചിട്ട് സർവീസ് ചെയ്തിരിക്കുകയാണ്. പുതിയ ബാറ്ററി കമ്പനിയിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. എല്ലാ സർവീസും പുതിയ, എല്ലാ ഫുള്ളായിട്ട് ഏകദേശം 1 ലക്ഷം രൂപ എടുത്തിട്ട് നമ്മൾ ഫുള്ളായി ഫുൾ ചെക്ക് ചെയ്തിട്ട് സർവീസ് ചെയ്യാം. ഷമീർക്ക് പേഴ്സണലി ഓടിച്ചല്ല, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 25,50,000. 25,50 18 മോഡൽ 19 രജിസ്ട്രേഷൻ പ്രീമിയം പ്ലസ് ന്യൂ ഷിപ്പ് ഓണർ, ഫാൻസി നമ്പറുള്ള കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി, സിംഗിൾ ഓണർ വണ്ടിയാണ്. ലോൺ എത്ര കിട്ടും? 23 ലക്ഷം വരെ ലോൺ കിട്ടും. 23 വരെ. ഓക്കെ. ടാറ്റ ഹാരിയർ ആണ് അടുത്ത വാഹനം. KL16 രജിസ്ട്രേഷൻ, ആറ്റിങ് അല്ല? തിരുവനന്തപുരം ജില്ല. പറഞ്ഞോളൂ, എങ്ങനെയാണ്? 2020 മോഡല്, ഹാരിയർ XM എന്ന് പറഞ്ഞ വേരിയന്റ്, Euro 6 വരുന്ന XM എന്ന് പറഞ്ഞ വേരിയന്റ്. ഓക്കെ. ഓക്കെ. XM എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ്, പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അലോയ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, സൺറൂഫ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. Euro 6 വരുന്ന ന്യൂ ജനറേഷൻ ഹാരിയർ ആണ്. ഓക്കെ. ഡീസൽ അല്ലേ? ഡീസൽ. 2 ലിറ്റർ അല്ല? 2 ലിറ്റർ, 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ. ഓക്കെ. ഫുൾ കമ്പനി ഹിസ്റ്ററിയാ? കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഫുൾ ഹിസ്റ്ററി ഉണ്ട്. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. റീപ്ലേസ് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലേ? ഡ്യുവൽ ടോൺ ആക്കിയിട്ടുണ്ട്. ഡ്യുവൽ ടോൺ ആക്കിയതാണ്. RC-യിൽ മാറ്റിയോ അതോ? RC-യിൽ മാറ്റുമ്പോൾ മാറ്റി കൊടുക്കാം, മാറ്റി കൊടുക്കാം നമ്മൾ ചെയ്താൽ. ഓക്കെ. അപ്പോൾ എത്ര കൊടുക്കാം ഇത്? നമുക്ക് 10,50,000 രൂപ കൊടുക്കാം.
10:50 ഡീസൽ XM 2020 ന്യൂ ഷേപ്പ് BS6 അല്ല. ഓക്കെ, 10:50 കൊണ്ടുപോകാം. യൂറോ 6 എന്ന് പറയാൻ കാരണം പഴയ മോഡൽ ഹരിയാന ഭയങ്കര ക്ഷീണമാണ്. യൂറോ 4 അതാ എടുത്തെടുത്ത് പറയുന്നത്. പിന്നെയും പറയുന്നത് ആ വണ്ടി ഒരുപാട് കുറച്ച് കിട്ടാണ്ട്. ഓക്കെ, അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടി 15-16 കിട്ടും. പെർഫോമൻസ് ഉള്ള വണ്ടി. ലോങ് കിട്ടും. 14 നമുക്ക് പ്രതീക്ഷിക്കാം. സേഫ്റ്റിയും അല്ലേ? സേഫ്റ്റിയാണ്. അടുത്തത് ഒരു 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഒരു വാഹനമാണ്. അടുത്തതും മഹീന്ദ്ര XUV 300 KL 11 രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് വണ്ടി. ഇതെങ്ങനെ ഷമീർക്ക? 2020 മോഡൽ XUV 300 W8 എന്ന് പറഞ്ഞ വേരിയന്റ്, സെക്കൻഡ് ഓണർ. ഇതിന്റെ മുകളിൽ ഓപ്ഷനിലുണ്ടാവും അല്ലേ? ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്നത് W8 ഓപ്ഷനിൽ. അതിൽ സൺറൂഫ് കാര്യങ്ങളൊക്കെ വരും, എയർ ബാഗ് കൂടുതലുണ്ടാവും. ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് MT ഗിയർ ബോക്സ് വരുന്ന വാഹനം. ഒരു 17 റേഞ്ച് ഒക്കെ മൈലേജ്, നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 17 മേലെ കിട്ടുന്നു അല്ലേ? ഓക്കെ, അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. ക്ലെയിം എന്തെങ്കിലും? ക്ലെയിം നമ്മളെ കച്ചവടം പറഞ്ഞ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. ബമ്പർ മാറിയിട്ടുണ്ട്, അതേപോലെ ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്. ബമ്പർ ഹെഡ്ലൈറ്റ്, ഓൺടോ ഡോറോ ഗ്ലാസോ അങ്ങനെ ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററി ഉണ്ടല്ലോ? കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, നല്ല മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക് കോമ്പാക്ട് SUV നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. 2020 മോഡൽ W8. എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് 7,65,000 രൂപ കൊടുക്കാം. 7,65 ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി ഉണ്ടോ? 7,65,000 രൂപയ്ക്ക് ഓട്ടോമാറ്റിക് ഫുൾ ലോഡ് കൊടുക്കും അല്ലേ? ഓക്കെ, ഈ ലോഡ് എത്ര പോയി? പിന്നെ ഓട്ടോ 55,000 കിലോമീറ്റർ മാത്രം ഓടിയ, ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 7,60,000 അല്ലേ? 65, സോറി, 7,65 ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി ഉണ്ടാവും. അടുത്ത വണ്ടിയിലേക്ക് MG ഹെക്ടർ പല ടൈപ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു കളർ ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നു. ഒരു പേർപ്പിൾ അല്ലേ? ഒരു അടിപൊളി കളർ, ഒരു മുന്തിരി കളർ. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ ഉണ്ട്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ, MG ഹെക്ടർ, ഷാർപ്പ്, ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക്, ഫുൾ ഓപ്ഷൻ. ഏറ്റവും ടോപ്പ് ഓട്ടോമാറ്റിക് വണ്ടിയാണ്, പെട്രോൾ ആണ്. 2019 മോഡലാണ്. ഓക്കെ, എത്ര ഓട്ടം പോയി? കിലോമീറ്റർ 82,000 ഓടിയിട്ടുണ്ട്. ഫുള്ളി കമ്പനി സർവീസ്. അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള ഒരു വണ്ടിയാണ്. നല്ല രീതിയിൽ മൂവിംഗ് ഉള്ള ഒരു വണ്ടിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്, നല്ല പോകുന്ന വണ്ടിയാണ്. ഓക്കെ, ഇവിടെ തന്നെ കുറേ വിറ്റിട്ടുണ്ട് അല്ലേ പെട്രോൾ ഓട്ടോമാറ്റിക്? ഞാൻ ഒരുപാട് വണ്ടി കിട്ടും. എല്ലാ മാസം മിനിമം 2-3 കൊടുക്കലുണ്ട്. എന്നും ഡെലിവറി ഉണ്ട്. ഓക്കെ, ഈ വണ്ടി അപ്പോൾ എടുത്തു പറയാനുള്ള പ്രത്യേകത അത് തന്നെയാണ്, പെട്ടെന്ന് പോകാം. അത്രയും നല്ല പെർഫോമൻസ് ഉള്ള വണ്ടിയാണ്. എത്ര കൊടുക്കാൻ പറ്റും? ഇത്തിരി കുറവാണ്. അതേ ഒരു 8, അറിയാത്തവരുണ്ട് പറയണല്ലോ. 8 റേഞ്ച് ഒക്കെ ഉണ്ടാവും. 8 കിലോമീറ്റർ 9 കിലോമീറ്റർ ലോങ്ങിൽ 10 മുകളിൽ കിട്ടുന്നുണ്ട്. സിറ്റിയിലൊക്കെ 8 കിട്ടുള്ളൂ. ശരി, അത് അറിയാതെ വെറുതെ ആരും പോയി പെടണ്ട. ബാക്കി എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആണ്. അത് അറിഞ്ഞിട്ട് വാങ്ങിക്കുക. എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഫൈനൽ 10,90,000 രൂപ കൊടുക്കാം. 10,90 ഏറ്റവും ഫൈനൽ. 2019 MG ഹെക്ടർ നിങ്ങൾ കൊണ്ടുപോകാം. പെട്രോൾ ഓട്ടോമാറ്റിക്, ഷാർപ്പ്, ഏറ്റവും ടോപ്പിൻ്റെ വണ്ടി. ഫുൾ കമ്പനി സർവീസ് പോയ, ഒരു ക്ലെയിമും ഇല്ലാത്ത വണ്ടി. 10,90. ഒരു സോണറ്റൊക്കെ വാങ്ങിക്കുന്ന പൈസക്ക് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടികൾക്ക് ഏകദേശം 99% ലോണും കൊടുക്കും. മാക്സിമം ലോണും കിട്ടും. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് ഷമീസ് കാസിലെ ഇതുവരെ കാണിക്കാത്ത വണ്ടിയാന്ന് തോന്നുന്നില്ല. സിട്രോൺ ആണ്. സിട്രോണിന്റെ C3 ആണ്, ഒരു ഹാച്ച് ബാക്ക് വാഹനം. KL 18 വടകര രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ഇല്ല. എങ്ങനെ ഡീറ്റെയിൽ? 2023 മോഡൽ സിട്രോണിന്റെ C3 ഫീൽ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷൻ ഇല്ല, അതിന്റെ തൊട്ടതായ സെക്കൻഡ് ഓപ്ഷൻ വരുന്നതാണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. 2 എയർ ബാഗും എല്ലാം ഉണ്ടാവും. നല്ല സീറ്റ് കവർ എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, സിംഗിൾ ഓണർ ആണ്. വെറും 13,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഒരു 16 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടും. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഇതിന്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ 3 വർഷം. അപ്പോൾ 26 വരെ വാറണ്ടി ഉണ്ടോ അല്ലേ? 2023 മോഡൽ വണ്ടിയാണ്. ഓക്കെ, ക്ലെയിം ഒന്നുമില്ല അല്ലേ? ഒരു ക്ലെയിം ഇല്ല. എത്ര കൊടുക്കും? സർവീസ് ഉണ്ട്. നമുക്ക് ഫൈനൽ 5,65,000 രൂപ. 5,65 സിട്രോൺ C3 2023-26 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. മാനുവൽ ഡ്രൈവ് ആണ്. ഓക്കെ, അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ്. വേറെ പണിയൊന്നുമില്ല. ഓക്കെ, ലോണ് 95% പോകും. ചിലപ്പോൾ 5.5 ലക്ഷം വരെ കിട്ടും. അത്രയും കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഷമീസ് കാസിലെ ഇന്നത്തെ അവസാനത്തെ വാഹനത്തിലേക്ക് നമ്മൾ തിരികെയാണ്. വാഹനങ്ങൾ ഒരുപാട് വേറെ ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന അവസാനത്തെ വാഹനമാണ് നിസാൻ ടെറാനോ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2015 ടെറാനോ 110 PS വരുന്ന XV എന്ന് പറഞ്ഞ വേരിയന്റ്. XV 110 PS ഡീസൽ വണ്ടി അല്ല? ഡീസൽ വണ്ടി. സെക്കൻഡ് ഓണറാണ്.
കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 84,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 84,000 2015 15 മോഡൽ. XP ആണ് ഓപ്ഷൻ വരുന്നത്, ഫുൾ ഓപ്ഷൻ തന്നെ. ക്ലെയിം ഒന്നുമില്ലല്ലോ? അല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ബമ്പർ അടിപൊളി ടയേഴ്സ് ഉണ്ട് അല്ലേ? നമ്മൾ വണ്ടിയുടെ എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. എക്സ്ചേഞ്ച് ഉണ്ടോ? ഓക്കെ. അപ്പോൾ എക്സ്ചേഞ്ച് എടുക്കലുണ്ട്, അപ്പോൾ മനസ്സിലായല്ലോ. നിങ്ങൾക്ക് വേറെ വണ്ടി വേണമെന്ന് മാറ്റിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ എത്ര കൊടുക്കാം? നമുക്ക് 4,45,000 കൊടുക്കാം. 4,45,000 ചോദിക്കുന്നു. 2015 XV 110 ഡീസൽ ടെറാനോ. എത്ര ഓട്ടം പോയത്? 85. സോറി, 1 ലാഖിന്റെ അടിയിൽ ഓടിയിട്ടുള്ളൂ. സാറിന് അതിന്റെ മുകളിലാണ് കാണാറ്. മാക്സിമം ലോൺ കിട്ടും ഇതിൽ? 4 ലക്ഷം രൂപ ലോൺ കിട്ടും. 4 ലക്ഷം കിട്ടും അല്ലേ? ചെറിയ ഡൗൺ പേയ്മെന്റ് ആണെങ്കിൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഏതായാലും തൽക്കാലത്തേക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളെല്ലാ കമൻസും നിങ്ങൾ രേഖപ്പെടുത്തുക, നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. അതിനായിട്ട് ഒരാളെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ റിപ്ലൈ അതേപോലെ നിങ്ങൾ നമ്മളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണുള്ളത് നമ്മൾ നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ അതിനും നമ്മൾ തയ്യാറാണ്. എന്തായാലും നമുക്ക് എല്ലാ സപ്പോർട്ടും നിങ്ങൾ തരിക. ഇത്ര കാലം തീർച്ചയായിട്ടും. എല്ലാവർക്കും നന്ദി. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർസ് പോട്ടെ, ലൈക്ക് വരട്ടെ. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസ് എന്തായാലും രേഖപ്പെടുത്തുക, എന്തായാലും കമൻസ് രേഖപ്പെടുത്തുക, വിട്ടുപോകരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. ഷമീർ ഖാൻ, താങ്ക് യു.